ഈ ലോകത്ത് ആരെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ലോകത്തിൽ ആരും പെർഫെക്റ്റ് ആയിട്ട് ഇല്ല. ദൈവമൊഴികെ ദൈവത്തിൻ്റെ പെർഫെക്ഷനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ദൈവത്തെക്കുറിച്ച് പറയാൻ പോലും നമുക്കെന്തില്ല, യോഗ്യതയില്ല. കാരണം ദൈവം സർവശക്തനാണ്, മഹോന്നതനാണ്, സർവവ്യാപിയാണ്. എല്ലായിടത്തും ദൈവമുണ്ട്. ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ആരും യോഗ്യരല്ല. 1000 സൂര്യനെക്കാട്ടും പ്രകാശമുള്ളതാണ് ദൈവം. അപ്പോൾ ദൈവത്തിനെ കാണാൻ നമുക്ക് സാധിക്കുമോ? ശരിക്കും ദൈവത്തിനൊരു രൂപമുണ്ടോ? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വരാം. ഞാൻ പറഞ്ഞു, നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ ഇംപെർഫെക്ഷനിൽ നിന്ന് പെർഫെക്ഷനിലേക്കുള്ള യാത്രയാണ് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കും. അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്. നമ്മുടെ കുറവുകളെ നോക്കി പിറുപിറുക്കാതെ നന്മയിലേക്ക് നോക്കുക. കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പലപ്പോഴും അത് നമുക്ക് കാണുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, വേറൊരാളുടെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് നോക്കും. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവളുടെ തെറ്റ് എന്താണ്, അവളുടെ കുറവ് എന്താണ്. അപ്പം മറ്റുള്ളവരുടെ കുറവുകളെ നോക്കിയിരിക്കലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വയം നന്മകൾ കാണുവാനും മറ്റുള്ളവൻ്റെ നന്മ കാണുവാനും സാധിക്കുമ്പോഴാണ് ജീവിതം കുറച്ചുകൂടി മനോഹരമാകുന്നത്, അല്ലേ? അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.